എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ മുടിയൻ അവനാണെങ്കിൽ മാർഷൽ ആർട്സ് മാനെ വെല്ലുവിളിച്ച് ഇപ്പൊ ചതിയിലൂടെ അവനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അവനാണെങ്കിൽ മാച്ചിലെ റൂള് അത് വയലേറ്റ് ചെയ്ത് അവന്റെ കയ്യിൽ നിന്ന് ഒരു കത്തി പുറത്തേക്കെടുക്കും. എന്നിട്ട് അപ്രതീക്ഷിതമായി മാർഷൽ ആർട്സ് മാനെ ആഞ്ഞു വെട്ടുകയാണ്. ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ ആർട്സ് മാൻ ആണെങ്കിൽ ടെററായിട്ട് നിൽക്കും. ആ സമയത്ത് ഇവിടെ എൽഡർ ആളാണെങ്കിൽ കട്ട സപ്പോർട്ട് കൊടുത്ത് മുടിയനോട് എല്ലാവരെയും കൊന്നു കളയാനായിട്ട് പറയുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ യാതൊരു കൂസലുമില്ല. അടുത്ത നിമിഷം മാർഷൽ ആർട്സ് മാൻ അവന്റെ കത്തി അത് പൊട്ടിക്കും. പക്ഷെ ആ മുടിയനാണെങ്കിൽ അടങ്ങാനായിട്ട് തയ്യാറാവില്ല. അവന്റെ അടുത്ത കയ്യിലുള്ള മറ്റൊരു വെപ്പൻ, ഡിസ്ട്രക്റ്റീവ് വെപ്പൻ, അതുപയോഗിച്ച് ഇപ്പോ ആളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒച്ചത്തിൽ അവനോട് അറ്റാക്ക് ചെയ്യാനായിട്ട് വിളിച്ചു പറയും. അടുത്ത നിമിഷം അവനൊരു വലിയ ഡിസ്ട്രക്റ്റീവ് പവർ മാർഷൽ ആർട്സ് മാന് നേരെ ഉപയോഗിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ ആ കാഴ്ച കണ്ട് പാനിക്കായി നാനാ ഭാഗത്തേക്ക് ഓടും. പക്ഷെ മാർഷൽ ആർട്സ് മാൻ ആൾ ടെററായിട്ട് നിന്ന് ഇപ്പൊ അവന്റെ പവർ അത് ഫുൾ ഫോഴ്സിൽ പുറത്തേക്ക് ഇറക്കി മുടിയന്റെ പവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കളയാണ്. അതിനുശേഷം അവന്റെ അടുത്തേക്ക് ഓടി വന്ന് ഒരൊറ്റ പഞ്ച്, ആ ഒരു പഞ്ചിൽ അവൻ ഫ്ലാറ്റ് ആവും. പിന്നീട് മുടിയനെ തൂക്കിയെടുത്ത് എൽഡറിന് ഇട്ട് കൊടുക്കും. എൽഡർ ആണെങ്കിൽ പേടിച്ച് അവനുമായിട്ട് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. അടുത്ത മത്സരം ഗോകുവും ആ നീലപ്പെണ്ണും തമ്മിലാണ്. ഗോകു ആണെങ്കിൽ വാമപ്പൊക്കെ ചെയ്ത് ഇപ്പൊ സ്റ്റേജിലേക്ക് വരും. ആ നീലപ്പെണ്ണാണെങ്കിൽ സ്റ്റിൽ ഒരുപാട് ദേഷ്യത്തില് ഗോകു തന്നെ തുറച്ചു നോക്കുകയാണ്. ദൂരത്തായിട്ട് ആ ഒരു മോൺസ്റ്റർ അതാണെങ്കിൽ ഗോകുവിന്റെ മാച്ച് കാണാനായിട്ട് വളരെയധികം ഈഗറായിട്ട് നോക്കി നിൽക്കും. ഇവിടെ ഉണ്ടപ്പനാണെങ്കിൽ കോണൊക്കെ കടിച്ചു പിടിച്ച് ഗോകുവെ തന്നെ നോക്കുകയാണ്. ഗോകു ആണെങ്കിൽ വീണ്ടും അവളോട് ചോദിക്കും, നീ എന്തിനാ എന്നെ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കണേ? എനിക്ക് നിന്നെ സത്യത്തിൽ ഓർമ്മയില്ല, നീ ആരാന്ന് എന്നോട് പറ. അതിന് അവളാണെങ്കിൽ ഫുൾ കലിപ്പില് ഗോകുവിനോട് അടിച്ചു പറയും, നീ ഇപ്പൊ ഈ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും നീ അനുഭവിക്കും, ഞാൻ നിന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് പോവാണെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ടെററായിട്ട് നിൽക്കും. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ലോഞ്ചിനാണെങ്കിൽ അവളുടെ ആറ്റിറ്റ്യൂഡ് അത് തീരെ ഇഷ്ടാവില്ല. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്യാനുള്ള അനൗൺസ്മെന്റ് കൊടുക്കും. അടുത്ത നിമിഷം രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടിയ ബഹളം. അവളുടെ സ്പീഡിന് മുൻപിൽ ഗോകുവും നമ്മുടെ ആൾക്കാരെല്ലാവരും വണ്ടറടിക്കും. അവളാണെങ്കിൽ നിർത്താതെ ഗോകുയെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോകു, നീ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് എന്നെ മറന്നു പോകുന്നു ഞാൻ കരുതിയതല്ല. അതിന് ഗോകു പറയും, നീ ആരാണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് നിന്നെ ഓർക്കാനായിട്ട് പറ്റൂ. സത്യത്തിൽ എന്റെ മനസ്സിൽ ഇപ്പോൾ ഒന്നുമില്ല. വെറുതെ നീ ദേഷ്യപ്പെടാതെ ആരാണെന്ന് പറയാൻ പറയും. അതിനവളാണെങ്കിൽ ഗോകു അടിച്ച് ഗോകു മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോകും. ഗോകുവിന്റെ പിന്നാലെ ഫ്ലൈ ചെയ്തു വന്ന് അവൾ ഗോകുവോട് പറയും, എനിക്ക് തന്ന പ്രോമിസ് ഒക്കെ നീ ഇത്ര വേഗം മറന്നുപോയോ? അത് കേട്ട് ഗോകുവിനാണെങ്കിൽ വീണ്ടും ഒരുപാട് കൺഫ്യൂഷൻ. ഞാൻ നിനക്ക് പ്രോമിസ് തന്നോ? എന്ത് പ്രോമിസാ തന്നത്? എവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ടത്? അല്ലെങ്കിൽ അവസാനമായിട്ടെങ്കിലും നമ്മൾ എവിടെ വെച്ചാ കണ്ടത്? അതെങ്കിലും നീ എന്നോടൊന്ന് പറ. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഒരു കാര്യം തീർത്തു പറയും, അവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവളൊരു സൂപ്പർ ഫൈറ്ററാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ താഴേക്ക് ഇറങ്ങി അവളോട് ചോദിക്കും, ഞാൻ സത്യത്തിൽ നിനക്ക് എന്ത് പ്രോമിസാണ് തന്നത്? അതെങ്കിലും നീ തുറന്നു പറ. അത് കേട്ട് കൺട്രോൾ പോയി അവൾ ദേഷ്യപ്പെട്ട് പറയും, നീ എന്നെ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞു, എന്നെ ബ്രൈഡ് ആക്കാമെന്ന് പറഞ്ഞു, ലൈഫ് ലോങ് എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് ഗോകുവും മാസ്റ്ററും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഷോക്കാവുകയാണ്. ഗോകു ആണെങ്കിൽ മൊട്ടപ്പനോട് ചോദിക്കും, ബ്രൈഡ് എന്ന് വെച്ചാൽ എന്താ? അത് കേട്ട് അവരെല്ലാവരും ഷോക്കാവുകയാണ്. ആക്ച്വലി നീ അവളെ വിവാഹം കഴിച്ച് ലൈഫ് ലോങ് അവളെ നിന്റെ കൂടെ കൂട്ടാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാണ് അവൾ പറയുന്നത്. ഗോകു ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. അതിനുശേഷം അവളോട് പറയും, നിന്റെ പേര് അതൊന്നും എന്നോട് പറയാമോ? ആക്ച്വലി ഇതൊരു നല്ല ഐഡിയ ആണ്, പക്ഷേ ഇപ്പൊ ഇത് ഫൈറ്റ് ചെയ്യേണ്ട സമയമാണ്. സോ ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഗോകു ചാടി വന്ന് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ പൂർണ്ണമായിട്ട് നോക്കൌട്ടായി അവൾ അങ്ങനെ പറന്നുപോയി മതിലിടിച്ച് താഴെ വീഴും. ഗോകു ആ മത്സരത്തിൽ ജയിക്കും. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ റോഷിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അതിന് മാസ്റ്റർ റോഷി പറയും, ഗോകു ഇപ്പോൾ എൻ്റെ ശിഷ്യം മാത്രമല്ല, അവൻ ഒരുപാട് പേരുടെ ശിഷ്യത്വം ഇതിനോടകം നേടിക്കഴിഞ്ഞു. അവനിപ്പോൾ പവർഫുൾ ആണ്. ഗോകു ആണെങ്കിൽ അവളെ തട്ടി വിളിക്കും. അവളാണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. എനിക്ക് എന്താ സംഭവിച്ചേ? അതിന് ഗോകു പറയും, ഒന്നും സംഭവിച്ചില്ല, നീ ഈ കളിയിൽ തോറ്റു, ഇനിയെങ്കിലും നിന്റെ പേര് പറ. അതിന് അവൾ പറയും, ഇത് നിന്നോട് പറയാൻ ഒരുപാട് വിഷമമുണ്ട്, പക്ഷെ വേറെ വഴിയില്ല. എൻ്റെ പേര് ഓക്സ് കിങ്ങിന്റെ മകൾ ചീച്ചി, അതാണ് ഞാൻ. അത് കേട്ട് ഇപ്പൊ ഗോകുവും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടും. ഗോകു ആണെങ്കിൽ ഒരു നിമിഷം അവരുടെ പഴയ കാലഘട്ടം ഒന്ന് ആലോചിക്കും. അവർ രണ്ടുപേരും ആ ക്ലൗഡിൽ ഒന്നിച്ച് ട്രാവൽ ചെയ്തതും ആ സമയം അവർ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിച്ചതും നിന്നെ ഒരു ബ്രൈഡ് ആക്കാമെന്ന് ഗോകു വാക്ക് കൊടുത്തതും അതെല്ലാം തന്നെ. ഇതാ ഗോകു ആണെങ്കിൽ അവളോട് പറയും, അതെ, നിനക്ക് ഞാൻ വാക്ക് തന്നതാണ് നിന്നെ ബ്രൈഡ് ആക്കാമെന്ന്. പക്ഷെ ഞാൻ കരുതിയത് ബ്രൈഡ് എന്ന് വെച്ചാൽ എന്തോ തിന്നുന്ന സാധനമാണെന്നാണ്. സത്യത്തിൽ എനിക്കതിന്റെ മീനിങ് അറിയില്ലായിരുന്നു. അത് കേട്ട് അവളാണെങ്കിൽ ഒരുപാട് സാഡാവും. സോ മീനിങ് അറിയാതെയാണോ നീ അത് എന്നോട് പറഞ്ഞത്? അപ്പൊ അത് ഒരു ഫോൾസ് പ്രോമിസ് ആയിരുന്നല്ലേ? ഗോകു ആണെങ്കിൽ എൻ്റെ കൈ അത് ചേർത്ത് പിടിക്കും. സംടൈംസ് എൻ്റെ ബ്രെയിനിന് അറിയില്ല ഞാൻ എന്താ പറയണമെന്ന്, പക്ഷെ ഇപ്പൊ ഞാൻ പറയുകയാണ്,
വിൽ യു മാരി മീ? അത് കേട്ട് അവളാണെങ്കിൽ പ്രണയപരവശയായി പ്രണയമഞ്ജരിയിൽ നീരാടി അങ്ങനെ നിൽക്കും. ചുറ്റുമുള്ള ഓഡിയൻസ് ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ച് ആർപ്പ് വിളിച്ച് ഫുൾ കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ ഗോകുവിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞ് ഇപ്പൊ ഗോകുവിന്റെ മുഖത്ത് ചുംബിക്കുകയാണ്. അതുകൂടെ ആകുമ്പോൾ കുറെ പേർക്ക് നാണമൊക്കെ വന്ന് കണ്ണുപൊത്തും. മൊട്ടപ്പനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ഇപ്പോ അല്പസമയം അവർക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് കൊടുക്കും. ഗോകു ആണെങ്കിൽ പുറത്തേക്ക് വരും. ചീച്ചി ആണെങ്കിൽ അവന്റെ കൈ വിടാതെ അങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഗോകു അവളോട് പറയും, നീ ദയവ് ചെയ്ത് നിന്റെ കൈ ഒന്ന് അയക്ക്, ഞാൻ വീണു പോകുന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അതിനവള് പറയും, എനിക്ക് നിന്നെ വിടാൻ തോന്നുന്നില്ല, നീ വിട്ടാ ഇനിയും എൻ്റെ അടുത്തുനിന്ന് പോവും, നമുക്ക് നല്ലൊരു ഫാമിലി വേണം, ഒരു 8-10 മക്കളെങ്കിലും വേണം, എൻ്റെ പപ്പ ഇതറിയുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നു പറയും. ഗോകു ആണെങ്കിൽ അത് കേട്ട് ഡബിൾ ഷോക്ക് ആവുകയാണ്. ഓ നോ, എല്ലാം ഇത്ര പെട്ടെന്ന് സംഭവിച്ചോ? പിന്നെ അവളാണെങ്കിൽ ഓടി വന്ന് ഇപ്പം മൊട്ടപ്പനോട് സംസാരിക്കും. അതിനുശേഷം ഹാൻസം ബോയോട് പറയും, ഐ എം സോറി, നിന്റെ പ്രപ്പോസൽ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ സ്നേഹിച്ചത് ഗോകുവിനെയാണ്. അത് കേട്ട് ഹാൻസം ബോയ് ആണെങ്കിൽ ഒന്ന് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവളെ സോപ്പിടാനായിട്ട് അവളെ പ്രപ്പോസ് ചെയ്ത ആ കാര്യം അവന്റെ മനസ്സിലേക്ക് വരികയാണ്. ഇവിടെ ബുൽമയാണെങ്കിൽ കാര്യങ്ങൾ കേട്ട് ടെററാവുകയാണ്. അതിനവനാണെങ്കിൽ ഇപ്പോൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അയ്യോ അല്ല അല്ല, അവളുടെ പപ്പ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാനാണ് അവളെ ഞാൻ സോപ്പിട്ടത്. അവളൊരു കൊച്ചു പെൺകുട്ടിയായിരുന്നു, മണ്ടിയായിരുന്നു, എങ്ങനെയെങ്കിലും പറ്റിക്കാൻ ഞാൻ ശ്രമിച്ചാണെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനുശേഷം ചീച്ചിയാണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ റോഷിയോട് സംസാരിക്കും. അവളാണെങ്കിൽ ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയും, നിങ്ങളെ എല്ലാവരെയും പല ഘട്ടങ്ങളിലായിട്ട് എനിക്ക് പരിചയമുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. കാരണം ഞാൻ ഗോകുവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഞാനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വൈഫ്. എനിക്ക് ഈ ഒരു ടൂർണമെന്റ് അത് തീരുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ എത്രയും വേഗം മടങ്ങിയെത്തുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഗോകുവിന് ഒരുപാട് ചുംബനങ്ങളൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഓടി പോവാണ്. ഗോകു ആണെങ്കിൽ മുട്ടപ്പൻ്റെ അടുത്തേക്ക് വരും. അടുത്തത് നിന്റെ മാച്ചാണ്. ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ മത്സരാർത്ഥിയോടല്ല. സോ ഒരു കാരണവശാലും നീ നിന്റെ ഗാർഡ് അത് ഡൗൺ ചെയ്യാൻ പാടില്ല. അതിന് മുട്ടപ്പനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ഇവിടെ ലോഞ്ച് ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ എല്ലാവരെയും ഗണ്ണൊക്കെ കാണിച്ച് പേടിപ്പിച്ച് ഫ്രണ്ട് സീറ്റിൽ തന്നെ നിലയുറപ്പിക്കുകയാണ്. ആണെങ്കിൽ മൊട്ടപ്പൻ്റെയും ആ മോൺസ്റ്ററിൻ്റെയും പേര് വിളിക്കും. മൊട്ടപ്പനാണെങ്കിൽ കടന്നു വരും. തൊട്ടു പിന്നാലെ ആ ഒരു മോൺസ്റ്റർ അങ്ങനെ ഫ്ലൈ ചെയ്ത് അവിടെ ലാൻഡ് ചെയ്യാണ്. രണ്ടുപേരും ടെററായിട്ട് ഇപ്പൊ ഫേസ് ടു ഫേസ് നോക്കും. മോൺസ്റ്റർ ആണെങ്കിൽ മുട്ടപ്പനോട് നീ തയ്യാറാണോ ഫൈറ്റ് ചെയ്യാൻ ചോദിക്കും. അതിന് മുട്ടപ്പനാണെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറയും. അവനാണെങ്കിൽ ടെററായിട്ട് ഇപ്പൊ അവന്റെ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യും. അതേസമയം അവന്റെ ആ സോൾ പവർ അത് സെൻസ് ചെയ്യേണ്ട താമസം മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പോ റോഷിയോട് പറയും, നമ്മൾ കരുതുന്നതിലും ഒരുപാട് പവർഫുൾ ആണവൻ. അതെ, ഒരു മാച്ച് അത് ശരിക്കും നിർണായകമാണെന്ന് പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ നീ തോക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് മുട്ടപ്പനെ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്യാണ്. അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ തോക്കുന്ന ആരാണെന്ന് നമുക്കിപ്പോൾ തന്നെ കാണാമെന്ന് പറഞ്ഞ് കൈകൊണ്ട് വമ്പൻ ആക്ഷനൊക്കെ ഇടും. അടുത്ത നിമിഷം നമ്മുടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ ഒരു സ്പെഷ്യൽ പവർ മോൺസ്റ്ററിന് നേരെ അയക്കുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. ആ ഒരു പവർ ആണെങ്കിൽ അവന്റെ പിന്നാലെ പോവും. മോൺസ്റ്റർ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ഒരു പവർ ഉപയോഗിച്ച് ആ ഒരു പവറിനെ ടോച്ച് ചെയ്യാണ്. പക്ഷെ അപ്പോഴേക്കും മൊട്ടപ്പൻ അവന്റെ തൊട്ട് പിന്നിൽ വന്ന് ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ മോൺസ്റ്റർ ആണെങ്കിൽ പറന്നു പോകും. പക്ഷെ അവന്റെ ബോഡിയിലാണെങ്കിൽ പരിക്കളൊന്നും ഏൽക്കില്ല. അവൻ ഹായ് ആയിട്ട് ലാൻഡ് ചെയ്യും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ അവനെ തന്നെ നോക്കുകയാണ്. ഗോകുവിനും ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും മൊട്ടപ്പന്റെ ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ തോന്നും. മൊട്ടയാണെങ്കിൽ വീണ്ടും ആ മോൺസ്റ്ററിന് നേർക്ക് വരും. ഉടനെ മോൺസ്റ്റർ അവൻ മുകളിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ്. മൊട്ടയും വിട്ടുകൊടുക്കാതെ മുകളിലേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്യും. പക്ഷേ ഒരു ഘട്ടം എത്തുമ്പോൾ ആ മോൺസ്റ്റർ അങ്ങനെ അവനെ ഫേസ് ചെയ്ത് അവന്റെ മുഖത്തൊരൊറ്റ പഞ്ച്. ആ ഒരു പഞ്ചില് ചോര തുളുമ്പി മൊട്ട താഴേക്ക് പോവാണ്. അവൻ തോറ്റു എന്ന് കരുതി എല്ലാവരും ഭയത്തോടു കൂടെ നോക്കും. പക്ഷേ എത്തുന്നതിന് തൊട്ട് മുൻപ് അവൻ തന്നെ അവനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ സ്കൈയിൽ നിൽക്കുകയാണ്. മാസ്റ്റർ റോഷിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇതൊരു അൾട്ടിമേറ്റ് പവറാണ്, അതുപോലും അവൻ പഠിച്ചു കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് മാർഷൽ ആർട്സ് മാനും നമ്മുടെ ഗോകുവും അവരാണെങ്കിൽ മൊട്ടപ്പന് കട്ട സപ്പോർട്ട് കൊടുക്കും. ആങ്കർ ആണെങ്കിൽ വാതോരാതെ അവരുടെ ഫൈറ്റിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ആ ഒരു മോൺസ്റ്റർ അതാണെങ്കിൽ മൊട്ടപ്പനോട് പറയും, ഞാൻ നിന്റെ പവറിനെ അഡ്മിറ്റ് ചെയ്യാണ്, പക്ഷെ ഇതുകൊണ്ടൊന്നും നിനക്കെന്നെ ജയിക്കാൻ പറ്റില്ല. ഫൺ ഗെയിം അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി എൻ്റെ യഥാർത്ഥ പവർ അത് ഞാൻ കാണിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കൂടുതൽ പവർഫുൾ ആയിട്ട് നിൽക്കും. ബൊൽമയും മഞ്ജും അവർ രണ്ടുപേരും ഒറ്റ സ്വരത്തിൽ മൊട്ടപ്പനോട് വിളിച്ചു പറയും, അവൻ ഭയപ്പെട്ട് കഴിഞ്ഞു, ഇനി നിനക്ക് ഈസി ആയിട്ട് അവനെ തോൽപ്പിക്കാം. പക്ഷെ ഗോകു ആണെങ്കിൽ മൊട്ടപ്പനോട് തീർത്തു പറയും, അവനിപ്പോൾ മോർ പവർഫുൾ ആയിരിക്കുകയാണ്, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അതിന് മൊട്ടപ്പൻ അവൻ ഓക്കെ പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.